ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈ ഡ്രീം ഗാർഡനിൽ നിന്നും കുറേ ബൊഗൻവില്ലകൾ തൈകൾ വാങ്ങി. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 7 പ്ലാന്റുകൾ ഹോം ഡെലിവറി ആയിട്ടാണ് വാങ്ങിയത്. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിച്ചത്. ഓർഡർ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ഇത് ഇവിടെ എത്തി. പ്ലാന്റ്സ് ഒരു കേടും കൂടാതെ കയ്യിൽ കിട്ടി. കുറച്ച് വില കുറച്ച് കിട്ടിയത് കൊണ്ടാണ് ഇതൊന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയത്. ഇതിനു മുമ്പ് ഞാൻ ഇതിലും തീരെ ചെറിയ പ്ലാന്റുകൾ ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല ഭംഗിയായി വളർന്നു വരുന്നുണ്ട്. കൊണ്ടുവന്നത് അതിൻ്റെ മൂടിയൊക്കെ അഴിച്ചു മാറ്റി തുറന്നു വെച്ചു. അല്ലെങ്കിൽ അത് ചീത്തയായി പോവാതെ നോക്കണ്ടേ. പിറ്റേ ദിവസമാണ് പ്ലാന്റ്സ് എല്ലാം കാർഡ്ബോർഡിൽ നിന്നും പുറത്തേക്കെടുത്തത്. ഓരോന്നോരോന്നായി എടുത്തു നോക്കി. ഓരോന്നിൻ്റെയും കവറിൽ മേൽ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ID. പൂക്കളുണ്ടായിരുന്നത് കൊഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞ ആഴ്ച നല്ല മഴയായിരുന്നല്ലോ. ഇത് സിംഗപ്പൂർ പിങ്ക്, സൺറൈസ് വയലറ്റ്, വീര പിങ്ക്, സിൻഡായി ഓറഞ്ച്, ഇത് മൊണാലിസ യെല്ലോ, ലാവൻഡർ, വീര വൈറ്റ്. ഇനി ഇതെല്ലാം നമുക്ക് നട്ടു വയ്ക്കാം. മണ്ണ്, ചാണകപ്പൊടി ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുണ്ടെങ്കിൽ അതും ഇടുന്നത് നല്ലതാണ്. കുറച്ച് ചെറിയ പോട്ടുകളിലാണ് ഞാൻ നട്ടു വയ്ക്കുന്നത് തക്കാലം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാതിയല്ല, ഒരു 1/4 ഭാഗത്തോളം ഈ മിക്സ്ചർ നിറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കവറിൽ നിന്ന് പ്ലാന്റുകൾ എടുത്തിട്ട് നടാം. പ്ലാന്റ്സ് കവറിൽ നിന്നും വേരൊന്നും ഡാമേജ് ആകാതെ കട്ട് ചെയ്ത് മണ്ണൊന്നും കളയാതെ നേരെ പോട്ടിലേക്ക് വയ്ക്കുക. നടുഭാഗത്ത് വയ്ക്കണം. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പോട്ടിംഗ് മിക്സ് ഇട്ട് 3/4 ഭാഗത്തോളം നിറച്ച് വയ്ക്കുക. എന്നിട്ട് പ്ലാന്റ് നല്ലപോലെ അവിടെ ഉറപ്പിച്ച് വയ്ക്കുക. നല്ല കട്ട മണ്ണാണ് എങ്കിലും അത് കളയാതെ വയ്ക്കുന്നതാണ് നല്ലത്. വേനലായതുകൊണ്ട് ബൊഗൻവില്ല പെട്ടെന്ന് ഉണങ്ങിപ്പോവാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ പ്ലാന്റ്സ് എല്ലാം ഓരോ പോട്ടിലായി നട്ടു വെച്ച ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുത്ത് തണലിലേക്ക് മാറ്റി വയ്ക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ തണലിൽ നിന്നും മാറ്റി വെയിലിലേക്ക് വയ്ക്കാം. 2 ആഴ്ച കഴിയുമ്പോഴേക്കും പൂക്കൾ വന്നു തുടങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.